നമുക്കിന്ന് പടവലങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കാട്ടെ. അപ്പോൾ അതിന് വേണ്ടി പരിപ്പ് കഴുകി കുക്കറിലോട്ട് ആക്കുന്നുണ്ടെങ്കിൽ അതിലോട്ട് 2-3 പച്ചമുളക് കീറിയതും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കതൊരു 3 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ആ നേരം കൊണ്ട് ഞാൻ പടവലങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ പരിപ്പ് 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് പടവലങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കാവേ. അതവിടെ ഇരുന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അത് തേങ്ങയിലോട്ട് 2-3 ചുള വെളുത്തുള്ളിയും ഒരിത്തിരി ചെറിയ ജീരകവും ഒരിച്ചിരി വെള്ളവും കൂടി ഇട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അധികം പേസ്റ്റ് പരുവത്തിലാവണ്ട കേട്ടോ. പരിപ്പും പടവലങ്ങൻ്റെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് വേറൊരു ചട്ടിലോട്ട് ഞാൻ പകർത്തുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അത് അവിടെ ഇരുന്ന് നല്ലതുപോലെ തിളക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതുപോലെ അത് മൂത്ത് വന്ന ശേഷം തീ ഓഫാക്കിയിട്ട് നമുക്കതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ചേർത്ത് മൊരിച്ച ശേഷം നമുക്കത് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കച്ചമീനും കൊണ്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത്രയുള്ള കേട്ടോ.